പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ കുടുംബവും സുഖമായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൗത്യത്തിൻ്റെ പുസ്തകം 3:16 പറയുക, ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹനീയമായി എത്തി. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദോബിത്ത് ദബിയാസിനോട് പറയുകയാണ്, മകനെ, നിനക്ക് കുറച്ച് സമ്പത്തേ ഉള്ളോ, എന്നാൽ നീ കുറച്ച് സമ്പത്ത് ദാനം ചെയ്യുക. നിനക്ക് കൂടുതലുണ്ടോ, നീ കൂടുതൽ ദാനം ചെയ്യുക. അങ്ങനെ കൂടുതൽ സമ്പത്തുകൾ ഉള്ളപ്പം കൂടുതൽ ദാനം ചെയ്യണം. ഈ ദാനം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? എവിടെയാണ് ഈ ദാനം ചെയ്യേണ്ടത്? ഓടി നടന്ന് കാണുന്നവർക്കെല്ലാം കൊടുക്കാനല്ല പറയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, 1-2 വാക്യങ്ങളിലൊക്കെ ഇങ്ങനെ വായിക്കുന്നു, അർഹത നോക്കി വേണം ദയ കാണിക്കാൻ, അതിന് പ്രതിഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും, അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്നും. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തർക്ക് നന്മ ചെയ്യണം. നമ്മൾ അധ്വാനിക്കുന്ന ഓരോ ചില്ലിക്കാശുകളും ദൈവവചനത്തെ ആദരിക്കുന്നവർക്ക്, ദൈവവചനത്തെ ബഹുമാനിക്കുന്നവർക്കും കൊടുക്കണം. അല്ലാതെ എല്ലാവർക്കും കൊടുക്കരുത്. ദുഷ്ടനെ പന പോലെ ഉയർത്തുമെന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ദുഷ്ടന്മാർക്കൊന്നും അല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാണ്? ദൈവഭക്തയ്ക്ക്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരത് വാങ്ങിച്ചുപയോഗിച്ചിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥനയിലുള്ളവർക്ക് മാത്രമേ നമ്മൾ ദാനം ചെയ്യാവുള്ളൂ. ദുഷ്ടൻ എന്ത് ചെയ്യും? ദുഷ്ടന് നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ ദുഷ്ടൻ എന്ത് ചെയ്യും? നമ്മുടെ കുതുകാലി ചവിട്ടും, നമ്മുടെ നല്ല ഞരമ്പ് തന്നെ അവൻ മുറിച്ചെടുക്കും. ഹല്ലേലൂയ. ഇതൊന്നും മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഓടി നടന്ന് ദാനം ചെയ്യാനല്ല ദൈവം പറഞ്ഞത്. നമ്മൾ ബൈബിള് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം, ദൈവത്തെ മനസ്സിലാക്കണം. കർത്താവ് എന്താ പറയുന്നത്? ഈ ചെറിയവനിൽ ഒരുവനെങ്കിലും നിങ്ങൾ നന്മ ചെയ്യുന്നെങ്കിൽ അതെനിക്കാണ് ചെയ്യുന്നത്. ചെറിയവൻ ആരാ? കർത്താവിനെ അന്വേഷിക്കുന്നവനാണ് ചെറിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ സമ്പത്തുകളെല്ലാം ഇവിടെ അഴിയപ്പെടും. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. നമ്മൾ എന്ത് സമ്പാദിച്ചാലും അതെല്ലാം ഇവിടെ തന്നെ കളഞ്ഞിട്ടേ നമ്മൾ പോകത്തുള്ളൂ. നമ്മുടെ പൂർവികരാരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയതായി നമ്മൾ കാണുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവരുടെ കൈ കെട്ടിവെച്ചല്ലേ നമ്മൾ വിടുന്നത്. അവരെന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. മരണദിനം നമ്മളുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് കൊണ്ടുപോകും? ഏതവസ്ഥയിലായിരിക്കും നമ്മുടെ മരണം? നമ്മൾ അതാദ്യം ചിന്തിക്കണം. നമുക്ക് നല്ല ജീവിതം കിട്ടി, നന്മ ചെയ്ത് സന്തോഷത്തിൽ ജീവിച്ച് നല്ല മരണം നമുക്ക് കൈവരിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി, തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായി നമ്മൾ കഴിയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ അവകാശികളാണ്. ആ അവകാശ ബോധ്യത്തോട് നമുക്ക് സംസാരിക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തോട് ചേർന്നിരിക്കാം, ദൈവത്തോട് നമുക്ക് വേണ്ടതൊക്കെയും ചോദിക്കാം. ഞാൻ യൂട്യൂബിൽ ഞാൻ അങ്ങനെ കാണാറില്ലെങ്കിലും ഞാൻ തുറന്ന് നോക്കിയപ്പം കുറേ ആൾക്കാർ കസേരയിലിരുന്ന് ഒരു വ്യക്തിയോട് ചോദിക്കുന്ന, ദൈവമുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞ്, ദൈവമുണ്ട്, എൻ്റെ 2 കാലുകൾക്കും സൗഖ്യം തന്ന ദൈവമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് പലരും പറയുക, മരുന്ന് കഴിച്ചിട്ടല്ലേ? മരുന്ന് കഴിച്ചിട്ടാണ്. മരുന്ന് കഴിക്കേണ്ടെന്ന് ദൈവം പറഞ്ഞോ? വൈദ്യനെ നീ നിന്ദിക്കരുത്, അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. അല്ലാതെ വൈദ്യനെ നീ നിന്ദിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള കണക്ക് നടക്കാനല്ല ദൈവം പറയുന്നത്. അപ്പം മരുന്ന് വാങ്ങിക്കണം, മരുന്ന് മേടിക്കേണ്ടെന്ന് ഒരിക്കലും കർത്താവ് പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ അധ്വാനിക്കേണ്ടെന്ന് യേശു പറയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യാനാണ് യേശു പറഞ്ഞത്. അപ്പം അധ്വാനിക്കണം. രോഗത്തിന് മരുന്ന് വാങ്ങിക്കണം. രോഗികളുണ്ട്. രോഗാവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ദൈവത്തെ എങ്ങനെ അറിയും? അതാദ്യം മനസ്സിലാക്കുക സഹോദരങ്ങളെ. കർത്താവുണ്ട്, യേശുവുണ്ട്, യേശുവിൻ്റെ സ്നേഹമുണ്ട്. നമ്മൾ യേശുവിനെയാണ് അനുഭവിച്ചറിയുന്നത്. ഉണ്ട്.
നമ്മുടെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മൾ എന്താണ് മുട്ടുമടക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ യേശുവിൻ്റെ മക്കളായി മുന്നേറണം. കർത്താവായ യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധിയിലും വിശുദ്ധിയിലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.